ഹലോ ഗൈസ്, നമ്മൾ റോബ്ലോക്സിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ മീറ്റ് കട്ടറിൻ്റെ അടുത്തുനിന്ന് നമുക്ക് എസ്കേപ്പ് ആവണം. അപ്പം നമ്മൾ ആദ്യം തന്നെ ഗെയിം സ്റ്റാർട്ടായിട്ടുണ്ട്. ഇവൻ്റെ കയ്യിൽ നിന്നാണ് ഗൈസ് നമ്മൾ എസ്കേപ്പ് ആവേണ്ടത്. ഇവനെന്താ ചിക്കനെല്ലാം വിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഗൈസ്. നമുക്കെന്തായാലും ഇതിൽ കൂടെ പോകാം. ഓ, എനിക്ക് മനസ്സിലായി ഗൈസ്, ഇത്ര തട്ടിയ നമ്മൾ വടിയാവും. വടിയെന്ന് മീൻസ് ചാവും. എപ്പോഴാണ് ചാവുന്നതെന്ന് പറയാൻ പറ്റൂല. ഒരുത്തനോട് ചത്ത് ഇത്ര പെട്ടെന്ന്. അങ്ങനെ നമ്മളിവിടെ എത്തി. എനിക്ക് തോന്നുന്നു ഗൈസ് ഇത് ചെക്ക് പോയിന്റ് ആണ്, അതാണ് ഗൈസ്. ഇത് ഭയങ്കര പാടാണ് കേട്ടോ. എങ്ങനെ എസ്കേപ്പ് ആവുന്ന എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. അപ്പം നമുക്ക് ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യാം. ഓ ഗൈസ്, നമ്മൾ ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. ഈ വെള്ളം കയറൊന്നും മനസ്സിലാവുന്നില്ല അല്ലേ? മനസ്സിലാവുന്നില്ല, ഒന്നും മനസ്സിലായില്ല. നമ്മള് മീൻ ചത്തല്ലോ. പാട് വരാൻ പോകുന്നത് ഇത്രയും നേരം കളിച്ചത് ഈസി എളുപ്പം. അപ്പോഴാണ് പാട് വന്നപ്പോൾ നമ്മൾ ഒരു വടിയായ സ്ഥിതിയില്ല. നമ്മൾ ഈ ചെക്ക് പോയിന്റ് ഇതും പിടിയിട്ടില്ല. ഇതിൽ കൂടെ പോകണല്ലേ? ഇതെല്ലാം നമുക്ക് എളുപ്പം കഴിച്ചു. ഇതെല്ലാം നമ്മൾ എത്ര കണ്ടിട്ടുള്ളതും പറഞ്ഞതുള്ള കഴിച്ചു. ചത്ത് ഒന്നും കൂടെ വരാം. ഞാൻ പറഞ്ഞില്ലേ, ഇനിയുള്ള ടാസ്ക് ആയിരിക്കും, വൻ ടാസ്ക്. നിങ്ങളെൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അതേ എനിക്ക് പറയാനുള്ളൂ, വേറൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും എല്ലാം ചെയ്ത് കൂടെ കമൻറ്റും ഷെയറും എല്ലാം ചെയ്ത്. അതാണ് നിങ്ങളുടെ നല്ലത്. പിന്നെയും എത്ര കൊണ്ട് വട്ടം പറഞ്ഞാൽ നിങ്ങളോട് മുൻപിൽ പോകുന്നോണ്ടേ എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. കോൺസെൻട്രേഷൻ കിട്ടില്ല. ഇതാണ് എൻ്റെ മെയിൻ പ്രശ്നം. എനിക്ക് മര്യാദയ്ക്ക് കളിക്കാറില്ല ഈ സിമ്പിൾ സാധനം പോലും. നമുക്ക് എങ്ങനെയെങ്കിലും അപ്പുറത്തെത്തണം എന്ന ചിന്തയോടുകൂടി ഞാൻ പോകുന്നു ഗൈസ്. അതെല്ലാം കടന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ചാവലെന്ന് പറയുന്നില്ല, ചത്ത്. നമുക്ക് ഗൈസ് ഇനി അവിടം വരെ എത്തിയിട്ട് കാണാം. അതുവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും. അപ്പം നമ്മൾ ഗൈസ് എങ്ങനെയൊക്കെയോ കുറേ കഷ്ടപ്പെട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. അടുത്ത സ്റ്റേജിലോട്ട് നമ്മൾ ചെക്ക് പോയിന്റ് എടുത്തിട്ടുണ്ട്. ഇതെന്താണ്? ഓ, മനസ്സിലായി. ഈ ചിക്കനെ ഒന്നും തട്ടല് തട്ടി. അതാണ് കുഴപ്പമില്ല, ആദ്യം പറഞ്ഞു. പക്ഷെ എന്നാലും ഇത് പണി തരും. നമുക്ക് മൊത്തം പണിയായിരിക്കും. കണ്ടില്ലേ? ഇത്ര എളുപ്പമുള്ള സാധനത്തിന് ഞാൻ ചാകുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലായിരിക്കും അല്ലേ? ഇനി ചാവും മക്കളെ. ചത്ത് പെട്ടെന്നൊന്നും പാളിപ്പോയി. നമ്മളെല്ലാം നോക്കി വെക്കണം അവിടെ എന്തെന്ന്. അപ്പൊ എനിക്കിപ്പോൾ എല്ലാം കിട്ടി. ഇപ്പൊ എനിക്ക് എവിടെയാണ് എല്ലാം ഉള്ളതെന്ന് അറിയാം. അപ്പൊ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. പറഞ്ഞില്ലേ, എവിടെയെല്ലാം നോക്കണം, എന്നാലേ കിട്ടു. ഒരു വട്ടം തോറ്റെന്നും വിചാരിച്ച് കുഴപ്പമൊന്നും ഇല്ല അല്ലേ? നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി വന്നിട്ടുണ്ട്. അടുത്ത ചെക്ക് ഇവിടെ എന്താ കുഴപ്പം? ഓ, ഇതെന്ത് സംഭവം? ഇത് ചൂടുള്ള ഏതോ ഫാനാണെന്ന് തോന്നുന്നു, പൊട്ടിത്തെറിക്കാനാണെന്ന് തോന്നുന്നു. ആ ഫാൻ അതുകൊണ്ടാണ് നമ്മളോട് പറയുന്നത് തൊട്ടാൽ ചാവും. തൊട്ടു ഞാൻ ചത്തു. ഇത്രയേ ഉള്ളൂ ഗൈസ്. തൊട്ടു ഞാൻ ചത്തു, അത്രയേ ഉള്ളൂ. നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ കളിച്ച് നീണ്ടു പോകാം. തൊട്ടു ചത്തു.
ഭ്രാന്ത് പിടിക്കുന്ന എനിക്കായി. നമുക്ക് പയ്യെ പോയിട്ട് ചാടാം. അതായിരിക്കണം, അറ്റത്ത് പോയി നിന്നിട്ട് ചാടണം. ഞാൻ പറഞ്ഞില്ല, അറ്റത്ത് പോയി ചാടണം. അറ്റത്ത് നിന്ന് ചത്ത്. തല എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത്? എല്ലാം കൂടെ പോയ തലയിൽ ഒരുമാതിരി ഷേപ്പോ. ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷെ ഞാനിത് കണ്ടില്ല. പക്ഷെ അതും കൂടെ കാണുന്നാണെങ്കിൽ ഞാനൊന്നും അപ്പുറത്തെത്തി. ചത്തിട്ടും അപ്പുറത്തെത്തിയില്ലേ? അത് മതി. അങ്കർ മെസ്സി, റൊണാൾഡോ. അയ്യോ, നിങ്ങൾ റൊണാൾഡോ ഫാനാണെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബ് ചെയ്തേ. റൊണാൾഡോ ഫാനാണെങ്കിൽ. മെസ്സി ഫാനാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. നിങ്ങൾ കമൻ്റ് എല്ലാം ചെയ്ത് ഏത് ഫാനാണെന്ന്, ഏത് മെസ്സിയോ റൊണാൾഡോ ഏത് ഫാനാണെന്ന് കമൻറ്റ് ചെയ്യണം. ഗൈസ്, ഇതെന്തോ ചിക്കൻ മട്ടൻ ആണെന്ന് തോന്നുന്നു. എന്താ എല്ലാ വീഡിയോയിലും ഞാൻ ഈ സംഭവം കാണുന്നത്. ഇതെന്താന്ന് എനിക്കിത്, ഞാൻ ചിക്കൻ മട്ടൻ എന്നെല്ലാം പറയും. ചെക്ക് പോയിന്റ് എടുത്തിട്ടുണ്ട്. അത് അടച്ചിട്ട് ഞാൻ മുട്ടിയതുള്ളൂ. അപ്പം ചാവോ? അതെനിക്കറിയില്ലായിരുന്നു. അതെനിക്കറിയാമായിരുന്നു. അപ്പം തന്നെ ചത്തു. ആ സ്ഥലത്ത് തന്നെ ചത്തു. എന്താ കുഴപ്പം? എവിടെ ചത്താലും ആ സ്ഥലത്ത് നിന്ന് പിന്നെയും ചാവും. ഇപ്പൊ എങ്ങനെ രക്ഷപ്പെട്ടിട്ടുണ്ട്? ഇതും രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനൽ. അപ്പം ഗൈസ്, റൊണാൾഡോ എല്ലാവരും ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടും തോന്നുന്നു നമ്മളിവിടെ എത്തിയിരുന്നു. അപ്പം പറഞ്ഞ പോലെ നിങ്ങൾ സബ്സ്ക്രൈബും ലൈക്കെല്ലാം ചെയ്ത് അങ്ങനെ നിങ്ങൾക്കൊരു മറന്നു പോകില്ലോ. അതുകൊണ്ടാണ് ഞാനൊന്ന് പറയുന്നത്. എന്താ മോനെ വണ്ടി? നമുക്ക് വണ്ടിയിലൊന്നും കയറാൻ പറ്റൂല. ഇതെന്താ? എന്ത് സംഭവമാണ്? ചിക്കൻ മട്ടൺ റോ ആണ് തോന്നുന്നത്. ഗൈസ്, നമുക്ക് ഈ സ്റ്റേജും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. അതിന് സ്റ്റേജ് കഴിയുമെന്ന് പോലും എനിക്ക് അറിയില്ല. പിന്നെയാണ് എങ്ങനെയെങ്കിലും നമുക്ക് കഴിയണം. ഇപ്പം നമ്മൾ ഇവിടുന്ന് ഗൈസ്, കളി മനസ്സിലായി. നമുക്കിനി വിഷയമുണ്ടോ? പച്ച തൈലമാണ് വിഷയം. നമുക്ക് അത് വിഷയമാവാൻ പാടില്ല. അതാണ് ഗൈസ്, വിഷയമാവാൻ പാടില്ല. ഈ സ്റ്റേജ് കഴിഞ്ഞാൽ ഗൈസ്, അടുത്ത സ്റ്റേജിൽ നിന്ന് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് വേണം, നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. നമ്മളിവിടെ ചെക്ക് പോയിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. അതുകൊണ്ട് നമുക്കിനി വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. ലൈക്കും സബ്സ്ക്രൈബും എല്ലാവരും അടിച്ച് ചെയ്തേക്കുക. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുന്നു. അടുത്ത പാർട്ട് വേണമെങ്കിൽ നിങ്ങൾ ഡു കമൻറ്റ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും ബൈ.